അവരൊരു വീട് കൊടുക്കുമ്പോൾ അത് ആർക്കൊക്കെ അവിടെ താമസിക്കുക എന്നുള്ള അവകാശം കൂടി കൊടുത്തിട്ടാകരുത് വീട് കൊടുക്കേണ്ടത്. അല്ലെങ്കിൽ ഇതൊക്കെ ഇവർ നേരത്തെ പറയണമായിരുന്നു. ഇവിടെ ഇത്ര ആളെ നിൽക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ഇങ്ങനെ ഇത് കൊണ്ട് നടക്കണം, ഇതൊന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ. അവരൊരു വീട് ഉണ്ടാക്കി കൊടുത്തു, പിന്നെ അവിടെ അവർ താമസിച്ചു പോവല്ലേ, അത് വീട് വിറ്റ് പോവുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് എല്ലാവർക്കും അതിനെതിരെ നമ്മളെല്ലാവരും. ഹലോ ഗായ്സ്, അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ ഞാൻ ഒരുപാട് ആലോചിച്ച് തീരുമാനം എടുത്തിട്ട് ചെയ്യുന്നൊരു വീഡിയോ ആണ്. കാരണം ഈ ഒരു വീഡിയോ കഴിയുമ്പോൾ എനിക്ക് എത്ര നെഗറ്റീവ് വരും എത്ര പോസിറ്റീവ് വരും ഒന്നും എനിക്കറിയില്ല. വീഡിയോ ആളുകൾ കാണുന്നുണ്ടെങ്കിലുള്ള കാര്യമാണ് പറയുന്നത് കേട്ടോ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ചർച്ചയായിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വിഷയമാണ് ഈ രേണു സുധി എന്ന് പറയുന്ന ആളുടെ. അപ്പോൾ പ്രത്യേകം ആൾ ആരാണ് എന്ന് പറയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. അത്യാവശ്യം ഇന്നിപ്പോൾ കേരളത്തിലുള്ള എല്ലാവർക്കും അറിയുന്നുണ്ടാവും. അത്രയും വിഷയങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എന്നാലും പറയാം, നമ്മുടെ മരിച്ചുപോയ സുധിച്ചേട്ടൻ്റെ, അതായത് ഇപ്പോൾ കോമഡിയൊക്കെ ഒരുപാട് ചെയ്തിരുന്ന മിമിക്രി ഒരു കലാകാരനായിരുന്നു അദ്ദേഹം. അദ്ദേഹത്തിന്റെ വൈഫാണ് രേണു സുധി എന്ന് പറയുന്നത്. അവരുടെ വീടുമായിട്ടുള്ള ഒരു പ്രശ്നം ആണിപ്പോൾ ഭയങ്കരമായിട്ട് സോഷ്യൽ മീഡിയയിൽ ഇങ്ങനെ നിറഞ്ഞു നിൽക്കുന്നത്. അത് ഒരു ഭാഗം കുറെ വീഡിയോടും അതിന്റെ ബിൽഡേഴ്സ് കുറെ വീഡിയോടും ഈ രേണു സുധിയുടെ ഭാഗം കുറെ വീഡിയോടും എല്ലാം കൂടി ഇപ്പൊ എന്തായാലും നല്ലൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ട്. അപ്പൊ ഈ ഒരു വിഷയത്തെ കുറിച്ച് എൻ്റെ ഒരു പേഴ്സണൽ അഭിപ്രായമാണ് ഞാൻ പറയുന്നത്. എൻ്റെ അതേ അഭിപ്രായം ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ ഒന്ന് കമന്റ് ചെയ്യുക. അല്ല നിങ്ങളുടെ അഭിപ്രായം എങ്ങനെയാന്ന് വെച്ചാൽ അതും നിങ്ങൾക്ക് കമന്റ് ചെയ്യാം. അപ്പൊ ഈ ഒരു വിഷയത്തിൽ തമ്മിൽ തല്ല് നടന്നുകൊണ്ടിരിക്കുന്നത് ഒന്ന് ഈ രേണു സുധിയുടെ ഫാമിലിയും പിന്നെ അവർക്ക് വീട് വെച്ച് നൽകി. അവർക്ക് സ്വന്തമായിട്ട് വീടോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല. സുധിച്ചേട്ടൻ ഉണ്ടായ സമയത്തും ഉണ്ടായിട്ടില്ല. അവർ മരിച്ചതിന് ശേഷം അവർക്ക് 2 മക്കളാണ്. അപ്പൊ അവർക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിറോസിക്ക എന്ന് പറയുന്ന ആളുടെ ബിൽഡേഴ്സ് അവർക്കൊരു വീട് വെച്ച് നൽകുന്നത്. അവരെയൊക്കെ ഒരു സഹായമായിട്ട് ചെയ്തതാണ്. ഒന്നുമില്ലാത്ത ആളുകളാണ് എന്നുള്ളൊരു ഇതുകൊണ്ട് അവർക്കൊരു സഹായം, സുധിച്ചേട്ടനോടുള്ള ഒരു ബഹുമാനം എല്ലാം കൊണ്ടും ചെയ്തു കൊടുത്തതാണ്. ഒരു പള്ളിയിലച്ഛനാണ് ആ സ്ഥലം കൊടുത്തതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പൊ അങ്ങനെ അവർക്കൊരു വീട് വെച്ച് കൊടുത്തു. അപ്പൊ ആ വീടിനെ പറ്റിയുള്ള ചെറിയൊരു സംസാരം ഈ രേണു സുധി എന്ന് പറയുന്ന വ്യക്തിയിൽ നിന്ന് ചെറുതായിട്ട് പറ്റിപ്പോയ ഒരു അമളിയാണ് ഇത്രയും വലിയ ഒരു പ്രശ്നം ഉണ്ടാക്കിയത്. അപ്പൊ ഈ ഒരു പ്രശ്നത്തിൽ ഈ ബിൽഡേഴ്സിന്റെ ഭാഗത്തും ഈ രേണു സുധി എന്ന് പറയുന്ന ആളുടെ ഭാഗത്തും 2 പേരുടെ ഭാഗത്ത് ഈക്വലായിട്ട് തെറ്റുണ്ട് എന്ന് എനിക്ക് തോന്നി. പക്ഷെ ഈ 2 പേരുടെ ഭാഗത്തില്ലേനേക്കാളും ഒരു 100 ഇരട്ടി തെറ്റ് ചെയ്തിട്ടുള്ളത് എന്നെ പോലെയുള്ള ഈ മലയാളികൾ തന്നെയാണ്. കാരണം അവരുടെ ജീവിതത്തിൽ ഉണ്ടായ ചെറിയൊരു വിഷയത്തെ, നമ്മുടെ മലയാളികൾക്ക് ഒരു പ്രത്യേകതയുണ്ട്. നമുക്ക് മലയാളികൾക്ക് നന്നായിട്ട് സഹായിക്കാനും ഹെൽപ്പ് ചെയ്യാനും ഒരു മനുഷ്യനെ മാക്സിമം നന്നാക്കാനും നമുക്ക് പറ്റും. ഒരു മനുഷ്യന്റെ ജീവിതം, ഒരു കുടുംബം ഇല്ലാതാക്കാനും കുട്ടിച്ചോറാക്കാനും നമുക്ക് പറ്റും. അതിന് നമ്മുടെയൊക്കെ ഓരോ കമന്റുകൾ മാത്രം മതി. അപ്പൊ അങ്ങനെ ഇപ്പൊ കുട്ടിച്ചോറായി കൊണ്ടിരിക്കുന്ന ഒരു കുടുംബമാണ് ഈ രേണു സുധി. അപ്പൊ അതുകൂടി നമ്മൾ മലയാളികൾ ഒന്ന് ഓർക്കുന്നത് നല്ലതായിരിക്കും എന്ന് എനിക്ക് തോന്നുന്നു. കാരണം അത് ഞാൻ പറയാൻ കാരണം, ഞാനിവിടെ നിലമ്പൂരാണുള്ളത്, മലപ്പുറം ജില്ലയിലെ നിലമ്പൂര്. ഇവിടെ ഞങ്ങളുടെ സ്ഥലത്തിന്റെ അടുത്താണ് വഴിക്കടവ്. അപ്പൊ അവിടെ ഇൻസ്റ്റഗ്രാമിൽ ഒത്തിരി വീഡിയോസ് ഇങ്ങനെ ആക്ഷൻ ചെയ്ത് സോങ്സിന് ആക്ഷൻസ് മാത്രം ഇട്ട് ചെയ്യുന്ന ഒത്തിരി വീഡിയോസ് ചെയ്യുന്ന ഒരാളുണ്ടായിരുന്നു, ജുനൈദ് എന്ന് പറയും. ഇപ്പൊ ആളിപ്പോ കുറച്ച് മുന്നേ മരിച്ചു. ആള് മരിക്കുന്നതിന് മുന്നേ ഒരുപാട് നെഗറ്റീവ് കമന്റുകളുടെ ഒരു ചാകരയായിരുന്നു മൂപ്പരുടെ കമന്റ് ബോക്സ് എന്ന് പറയുന്നത്. പക്ഷെ ഇപ്പൊ മരിച്ചതിന് ശേഷം അയാളുടെ ഒരു വീഡിയോ കാണുമ്പോൾ എല്ലാവർക്കും ഭയങ്കര സഹതാപവും സ്നേഹവും ഭയങ്കര കരുണയൊക്കെയാണ്. അപ്പൊ ഒരാളുടെ ജീവിതം നമ്മളിങ്ങനെ കുട്ടിച്ചോറാക്കിയിട്ട്, പക്ഷെ ആള് മരിച്ചത് ഈ കാരണം കൊണ്ടൊന്നുമല്ല. പക്ഷെ ഞാൻ പറയാം, ഒരാളുടെ ജീവിതം നമ്മുടെ സംസാരം കൊണ്ട് അല്ലെങ്കിൽ നമ്മുടെ ഒരു കമന്റ് കൊണ്ട് നമ്മുടെ ഒരു വീഡിയോ കൊണ്ട് കുട്ടിച്ചോറാക്കിയതിന് ശേഷം പിന്നെ നമ്മൾ അവർക്ക് ഇങ്ങനെ നല്ലത് പറഞ്ഞിട്ട് നല്ല ആളാണെന്ന് പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. അപ്പൊ അതേ ഒരു സിറ്റുവേഷനാണ് ഇപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഈ രേണു സുധി എന്ന് പറഞ്ഞ വ്യക്തി പ്രശ്നം എന്താന്ന് വെച്ചാൽ, ഇവരോട് ആരോ ചോദിച്ചു വീട് എങ്ങനെയുണ്ട്, വീടിന് ചോർച്ചയോ കാര്യങ്ങൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചപ്പോൾ ഇവർ പറഞ്ഞു ചെറുതായി ചോരുന്നുണ്ട്. അങ്ങനെ പറഞ്ഞതാണ്. അത് അവിടെ തീരേണ്ടതാണ്. അതിപ്പോ ഞാനാണെങ്കിലും നമ്മുടെയൊക്കെ വീടിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ട്, ഇങ്ങനെ ഒരു പ്രശ്നം, ഇത് നമ്മൾ പറയും. അല്ലാതെ നമ്മളിപ്പോ അതിന്റെ ബിൽഡേഴ്സിനെ ആലോചിച്ചിട്ട് അവരതിലേക്ക് വലിച്ചായിട്ടൊന്നും അവർ ചിന്തിച്ചിട്ടുണ്ടാവില്ല. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. അപ്പൊ അങ്ങനെ പറഞ്ഞൊരു വിഷയത്തെ ഇത്രയും വലുതാക്കി അതിന്റെ ബിൽഡേഴ്സിന്റെ ചെവിയിൽ വരെ കൊണ്ടെത്തിച്ചത് നമ്മൾ മലയാളികളാണ്. അതൊന്ന് നിങ്ങൾ ആദ്യം ആലോചിക്കുക. അല്ലെങ്കിൽ അവിടെ മാത്രം നിൽക്കേണ്ട ഒരു വിഷയത്തെ ഇത്രയും വലുതാക്കിയത് നമ്മളാണ്. അത് നേരെ ചെല്ലുന്ന ആരടുത്താണ്? ഈ ബിൽഡേഴ്സിന്റെ. ഈ രേണു സുധിയുടെ തന്നെ ഒരുപാട് ഇന്റർവ്യൂസിലും അവരുടെ സ്വയം വീഡിയോയിലൊക്കെ അവർ പറയുന്നുണ്ട്, ചോർച്ചയെന്ന് ഉദ്ദേശിച്ചത് അവർ ഈ ചീറ്റലടിക്കുന്നതിലാണ്, അവർ പറഞ്ഞതിൽ തെറ്റിപ്പോയതാണെന്ന് അവർ ഒരുപാട് തവണ പറയുന്നുണ്ട്. അപ്പൊ അത് അവിടെ തീർക്കേണ്ട ഒരു പ്രശ്നത്തെ ഇത്രയും വലുതാക്കിയത്, ഇത്രയും റിയാക്ഷൻ വീഡിയോസും അവരെ ഭയങ്കര മോശമായുള്ള രീതിയിലൊക്കെ നമ്മൾ ഒരു ആളെ വരച്ച് കാട്ടുക എന്ന് പറയുന്നത് ഭയങ്കര മോശമായിട്ടുള്ള ഒരു കാര്യമാണ് എന്ന് എനിക്ക് തോന്നി. അതുകൊണ്ടുകൂടിയാണ് ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പിന്നെ ഈ ഒരു വ്യക്തിയോട് ജനങ്ങൾക്കുള്ള ഒരു ദേഷ്യം,
അതെന്താന്ന് വെച്ചാൽ ഇവരിപ്പോൾ ചെയ്യുന്ന വീഡിയോസും ആൽബംസും ഷോർട്ട് ഫിലിമൊക്കെയാണ് തോന്നുന്നത്. അവർക്ക് അഭിനയിക്കാൻ അറിയോ അഭിനയിക്കാൻ അറിയാതിരിക്കോ അത് അവരുടെ ഇഷ്ടമാണ്. ഈ ഒരു ഫീൽഡ് സ്വീകരിച്ചത് അവരുടെ ഇഷ്ടമാണ്. അപ്പോൾ ഒരുപാട് പേര് പറയുന്ന നെഗറ്റീവ് കമന്റുകൾക്കിടയിലുള്ള ചില നെഗറ്റീവ് കമന്റുകളാണ്. ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങി 2 വീഡിയോ ഇട്ടിരുന്നെങ്കിൽ അവർക്ക് ഇതിലേറെ വരുമാനം കിട്ടിയേനെ, എന്തിനാണ് അവരിങ്ങനെ പോകുന്നത്? അവർ ഓരോ വീഡിയോ ചെയ്യാനും ഓരോ ഷോർട്ട് ഫിലിം ചെയ്യാനൊക്കെയാണ് അവർ പോകുന്നത്. അത് അവർ ചെയ്യണമെങ്കിൽ ചെയ്തോട്ടെ, നമുക്ക് കാണാൻ താല്പര്യമില്ലെങ്കിൽ നമ്മൾ കാണേണ്ട. പക്ഷെ അവരുടെ ഷോർട്ട് ഫിലിമിനൊക്കെ നല്ല വ്യൂവേഴ്സ് ഉണ്ട്, അത് കാണുന്ന ആളുകളുണ്ട്. അപ്പോൾ അവർ കണ്ട് അവരെങ്ങനെയെങ്കിലും രക്ഷപ്പെട്ട് ജീവിക്കുകയാണെങ്കിൽ ജീവിച്ചോട്ടെ. അല്ലാതെ അവർക്ക് ഒരു ജോലി എടുത്ത് ജീവിക്കാനൊന്നും, അല്ലെങ്കിൽ ജോലി എന്ന് ഞാൻ ഉദ്ദേശിച്ചത് പഠിച്ച് ഒരു ജോലി എടുത്ത് ജീവിക്കാനൊന്നുള്ള അറിവോ വിദ്യാഭ്യാസം അവർക്ക് ഉണ്ടാവില്ല. ഈ ഒരു പ്രായത്തിൽ ഇനിയിപ്പോൾ അവർക്ക് നടക്കില്ല എന്ന് തോന്നിയിട്ടുണ്ടെങ്കിൽ ഒരു വിഷയത്തിൽ ഒരാളോട് ദേഷ്യം ഉണ്ടെങ്കിൽ ജീവിതകാലം മുഴുവൻ എല്ലാ കാര്യത്തിനും അവർ ആ ഒരു ദേഷ്യത്തോടെ കാണരുത്. നല്ലതിനാണെങ്കിൽ നമ്മൾ അവരുടെ കൂടെ നിൽക്കുക, അല്ലെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്ത് കൊടുക്കുക, ജീവിച്ച് പൊയ്ക്കോട്ടെ എന്നൊന്ന് വിചാരിച്ചാൽ മതി. പിന്നെ അതുപോലെ തന്നെ ബിൽഡേഴ്സിനെ പറ്റിയാണ് പറയാനുള്ളത്. ഇപ്പൊ ഇവര് വീട്ടിൽ ഇങ്ങനെ ഒരു ഇഷ്യൂ ബിൽഡേഴ്സിനെ കുറ്റം പറഞ്ഞതല്ല. അവര് ജസ്റ്റ്, ഞാൻ ആദ്യം തന്നെ പറയട്ടെ, എനിക്ക് ബിൽഡേഴ്സിലെ ഒരു രേണുസുധിയുടെ ഒരു ഫാമിലിയെ പറ്റി എനിക്ക് ഇവരെവിടെയാണെന്ന് കൂടി എനിക്കറിയില്ല കേട്ടോ. ഈ എൻ്റെ വീഡിയോ കണ്ടിട്ടുള്ള അഭിപ്രായം വെച്ചിട്ട് മാത്രമാണ്, അല്ലെങ്കിൽ നിങ്ങൾ അവരുടെ ഭാഗത്താണ് ഇവരുടെ ഭാഗത്താണെന്ന് ആരും പറയരുത്. അപ്പോൾ ഈ ഒരു ചീറ്റലുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ചീറ്റലുണ്ട് എന്ന് പറഞ്ഞതിന് അവര് ഇതിന്റെ നെഗറ്റീവ് ആക്കിയിട്ട് അവരൊരുപാട് പിന്നെ ബിൽഡേഴ്സ് ഇങ്ങനെ ഒരു വീട് വെച്ച് കൊടുക്കേണ്ടില്ലായിരുന്നു, ചെയ്തത് തെറ്റായി പോയി, അല്ലെങ്കിൽ ഞങ്ങൾ ആകെ എനിക്ക് ഇങ്ങനത്തെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല, ചെയ്തത് തെറ്റായി എന്നൊക്കെ പറയുമ്പോൾ അവരതൊരു സഹായത്തിന് വേണ്ടിയിട്ട് അല്ലെങ്കിൽ നല്ലൊരു ചിന്തയിൽ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് മൈൻഡ് ചെയ്യാതിരുന്നാൽ മതി എന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം ഇവര് കുറ്റമായിട്ട് ഇതുവരെ പറഞ്ഞതായിട്ട് കേട്ടിട്ടില്ല വീടിനെ പറ്റി. അന്ന് അങ്ങനെ ആരോ ചോദിച്ചപ്പോൾ അറിയാതെ ഒന്ന് പറഞ്ഞു പോയതാണ്. അല്ലാതെ ബിൽഡേഴ്സിനെ പറ്റി ഇതുവരെ അവരാരോടും വീട് അങ്ങനെ ഇങ്ങനെയാന്നൊരു വർത്താനം പറഞ്ഞതായിട്ട് ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ല. അപ്പൊ അത് അതേപോലെ ഒരു നെവർ മൈൻഡ് ആക്കി അവർക്കത് ഒഴിവാക്കാവുന്നേ ഉള്ളായിരുന്നു ഈ ബിൽഡേഴ്സിനും. അവരും ഇത് കൂടെ കുത്തിപ്പൊന്തിച്ച് വന്ന് അവർക്ക് ഒരുപാട് അവരുടെ അഭിപ്രായങ്ങൾ പറഞ്ഞു, വീട് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു, അവരിങ്ങനെ അങ്ങനെ ഇങ്ങനെ എന്നൊക്കെ പൊതുജനങ്ങളോട് വന്ന് പറയേണ്ട ആവശ്യം അവർക്കും ഉണ്ടായിരുന്നില്ല. അപ്പൊ അവരും കൂടി പറഞ്ഞപ്പോഴാണ് ഇപ്പൊ ഈ രേണുസുധി വീണ്ടും ഒറിജിനൽ വീടിന്റെ അവസ്ഥയും കാര്യങ്ങളൊക്കെ പറഞ്ഞ് വീണ്ടും വീഡിയോ ഇടുന്നത്. പിന്നെ വീട് അവിടെ പൊളിയുന്നുണ്ട്, ഇവിടെ പൊളിയുന്നുണ്ട്, മതിൽ പൊളിയുന്നുണ്ട്. അതൊക്കെ ഇപ്പൊ എനിക്ക് തോന്നുന്നു മഴക്കാലമാകുമ്പോൾ സ്വാഭാവിക എല്ലാ വീടുകൾക്കും സംഭവിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. അല്ലാതെ അതൊക്കെ പ്രത്യേകിച്ച് എടുത്ത് പറയേണ്ട ആവശ്യം ഈ രേണുസുധിക്കില്ല. അപ്പൊ അതാണ് 2 പേരുടെ ഭാഗത്തും തെറ്റുണ്ട്. അപ്പം അങ്ങനെ ഒരു കാര്യം തുടക്കമിട്ടത് അവരൊരിക്കലും അറിഞ്ഞുകൊണ്ടാവില്ല, അവർ അറിയാതെ അത് പറഞ്ഞു പോയതായിരിക്കാം. പക്ഷേ അതിന്റെ പിന്നാലെ 2 പേര് ഇപ്പൊ കൂടി ഈ കാര്യങ്ങൾ പ്രശ്നങ്ങൾ വലുതാക്കുന്നത് 2 പേരെ കയ്യിലുള്ള ഒരു മിസ്റ്റേക്ക് തന്നെയാണ്. പിന്നെ ആ കിച്ചു ഇട്ട വീഡിയോ, അതിലും ഒരുപാട് പേരുടെ കമന്റ് കണ്ടു. ഈ രേണുസുധി ചില ഇന്റർവ്യൂസിൽ പറയുന്ന കാര്യങ്ങളുണ്ട്. ഇപ്പോൾ ഋതപ്പനെ നോക്കാനാണ് അച്ഛനമ്മയും അവിടെ വന്ന് നിൽക്കുന്നത്. ഈ കിച്ചു ഇട്ട വീഡിയോയിലാണ് വീട്ടിൽ കുറെ ആളുകൾ ഉള്ളതായിട്ടും വീടൊട്ടും വൃത്തിയില്ലാതെ കിടക്കുന്നതായിട്ടൊക്കെ കണ്ടത്. കിച്ചു എനിക്ക് തോന്നുന്നു ഒരിക്കലും അത് എടുത്ത് കാണിക്കാൻ വേണ്ടിയിട്ടൊന്നും ആവില്ല. അവൻ നോർമലി അവന്റെ വീട്ടിൽ വന്ന ഒരു വീഡിയോ എടുക്കുന്ന പോലെ അവൻ കാണിച്ചല്ല. അത് ഇതൊക്കെ എടുത്ത് കാണിച്ച് എല്ലാവരും അറിയിക്കണം എന്ന് വിചാരിച്ച് ഒരു ഇന്റൻഷൻ ഒന്നും ആ ഒരു കുട്ടിക്കില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അവൻ നോർമലി അവന്റെ വീട് കാണിച്ചു, അവിടെ അടുക്കും ചിട്ടയായിട്ടൊന്നും കിടക്കുന്നില്ല, ഭയങ്കര മോശമായിട്ടാണെന്നൊക്കെ പറഞ്ഞാൽ നെഗറ്റീവ് നമ്മൾ വീണ്ടും ഇടാൻ തുടങ്ങി. ഒരാള് വീട് കൊടുത്തു എന്ന് വെച്ചിട്ട് ഇപ്പൊ ഞങ്ങളുടെ നാട്ടിലും, ഞങ്ങള് പോത്തേല് ഭാഗത്തൊക്കെയാണ്. അപ്പോൾ ഈ കവളപ്പാറയിലൊക്കെ യുദ്ധം, കവളപ്പാറ ഉരുൾപൊട്ടലൊക്കെ കഴിഞ്ഞതിന് ശേഷം അവിടെ ഇപ്പോൾ ഞങ്ങളെ വീടിൻ്റെ അടുത്താണ് 27 വീട് എന്ന് പറയും. അവിടെയുള്ള ആളുകൾക്കൊക്കെ വീട് വെച്ച് കൊടുത്ത് അവരൊക്കെ അവിടെ താമസിക്കുന്നുണ്ട്. പക്ഷേ ഈ വീട് വെച്ച് കൊടുത്ത ആളുകൾ ഇവർ ഈ വീട് വൃത്തിയായി കൊണ്ട് നടക്കുന്നുണ്ടോ, ഇവരങ്ങനെ ചെയ്യുന്നുണ്ട് ഇങ്ങനെ ചെയ്യും, അത് നാട്ടുകാരും നോക്കാറില്ല, ഈ വീട് വെച്ച് കൊടുത്ത ആളുകളും നോക്കാറില്ല. നമ്മുടെ വീട് എങ്ങനെയാണ് കൊണ്ട് നടക്കേണ്ടത് എന്നുള്ളത് നമ്മുടെ പേഴ്സണൽ ചോയ്സ് ആണെന്ന് എനിക്ക് തോന്നുന്നു. എനിക്ക് എൻ്റെ വീട് നന്നായി കൊണ്ട് നടക്കാൻ വിചാരിക്കുന്ന പോലെ ഒരുപക്ഷെ വേറൊരാൾ ചിന്തിക്കുന്നുണ്ടാവില്ല. ഈ രേണുസുധി ഒരുപാട് തവണ പറയുന്നുണ്ട് അവരവിടെ വീട്ടിലില്ല, അവർ ഷൂട്ടും കാര്യങ്ങളായിട്ട് പുറത്തു പോയതായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പൊ അതിനും ഒരുപാട് നെഗറ്റീവ്. നിങ്ങൾ കുഞ്ഞിനെ പെറ്റിട്ടതാണെങ്കിൽ നിങ്ങൾ നോക്കണം. ഋതപ്പനെ അവന് വീട്ടിലുണ്ടാകുമ്പോൾ അവർ പറഞ്ഞു അച്ഛനും അമ്മയും വീട്ടിൽ വന്ന് നിൽക്കുന്നത് കുഞ്ഞിനെ നോക്കാൻ വേണ്ടിയിട്ടാണെന്ന് പറഞ്ഞപ്പോൾ അതിന് നെഗറ്റീവ് കമന്റ്. നിങ്ങൾക്ക് കുഞ്ഞിനെ ഉണ്ടാക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളെടുത്ത് നോക്കണം, നിങ്ങൾക്ക് പെറ്റിടാൻ മാത്രം പോരാ, അമ്മമാരാണ് കുഞ്ഞിനെ നോക്കേണ്ടത്, അങ്ങനെയാണ് ഇങ്ങനെയാണ്. ഇപ്പൊ ഞാനൊരു അമ്മയാണ്, ഞാൻ രാവിലെ ലാബിൽ വന്നു കഴിഞ്ഞാൽ വീട്ടിൽ ഉമ്മയാണ് മോനെ സ്കൂളിൽ ഞാൻ പറഞ്ഞയച്ച് വരും, വൈകുന്നേരം അവൻ വരുമ്പോൾ ഉമ്മയാണ് അവൻ്റെ എല്ലാ കാര്യങ്ങളും നോക്കുന്നതൊക്കെ. ഞാൻ ലാബിൽ നിന്ന് ചെല്ലുമ്പോഴേക്കും വൈകുന്നേരം. അപ്പൊ എല്ലാ വർക്കിംഗ് വുമൻസിന്റെ പിന്നിലും സപ്പോർട്ട് ചെയ്യാൻ ഒരു അച്ഛനോ അമ്മയോ ഉണ്ടാവും. ഇനിയിപ്പോൾ അങ്ങനെ ഇല്ലാത്തവരാണ് ഈ ഡേ കെയറിലൊക്കെ കൊണ്ടുപോയി പോകുന്നത്. അപ്പം നമുക്ക് പോകണമെങ്കിൽ നമ്മുടെ മക്കളെ നോക്കാൻ ആരെങ്കിലും ഒക്കെ വേണം. അന്ന് വിചാരിച്ച് നമ്മുടെ മക്കളുണ്ടെന്ന് വിചാരിച്ച് നമ്മുടെ ജീവിതം നമ്മളെ അംബിഷൻസും ആഗ്രഹങ്ങളും കരിയറും ഒന്നും കൊണ്ട് നടക്കാൻ നിൽക്കേണ്ട ആവശ്യമില്ല. നമുക്ക് നോക്കാൻ ആളുകൾ ഉണ്ടായതുകൊണ്ട് തന്നെയാണ് നമ്മൾ നടക്കുന്നത്. അപ്പം അവരുടെ ജോലിക്ക് പോകുമ്പോൾ അവരുടെ അച്ഛനും അമ്മയും വീട്ടിൽ അവരുടെ കുഞ്ഞിനെ നോക്കാൻ നിൽക്കുന്നുണ്ട്. ഇപ്പം അവരുടെ ലേറ്റസ്റ്റ് വീഡിയോയിൽ അവരുടെ സിസ്റ്റർ അവരുടെ വീട് കാണിക്കുന്നുണ്ട്, ആ വീട്ടിലാണ് നിൽക്കുന്നത്. അച്ഛനും ഇവിടെ ആയതുകൊണ്ട് അവരും ജോലിക്ക് പോകുന്ന ആളുകളായതുകൊണ്ട് കുഞ്ഞുങ്ങൾ അച്ഛനും അമ്മയും കൂടി ഇവിടെ നിൽക്കുന്നത്. അവരൊരു വീട് കൊടുത്തു എന്ന് വിചാരിച്ച് നമുക്ക് എന്ത് ഇത്ര ബുദ്ധിമുട്ട്, ആ വീട്ടിൽ ആര് നിൽക്കണം. കിച്ചു ഈ ഋതപ്പനും ആ 2 മക്കളുടെയും വീടാണ്, ശരിയാണ്. ഇപ്പൊ നമ്മുടെ വീട്, എന്റെ വീട് ഇപ്പൊ എന്റെ പേരിലായിട്ടാണ് ഞാൻ നിൽക്കുന്നത്, അല്ലല്ലോ.
എല്ലാവർക്കും നിൽക്കാം. പക്ഷേ വീട് ഒരുപാട് ആളുകൾ കയറി നിരങ്ങേണ്ട ആവശ്യമില്ല. പക്ഷെ അതും നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അതാണ് എനിക്ക് പറയാനുള്ളത്. ആരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്, ആരൊക്കെ അവിടെ നിന്ന് പോകുന്നുണ്ട്. ഈ കിച്ചു ഇതപ്പനും എന്തായാലും അവിടെ തന്നെയാണ്. കിച്ചു പഠിക്കാൻ പോയതാണെന്ന് നമുക്കറിയാം. അവരെ നോക്കാൻ വേണ്ടി അച്ഛനും അമ്മയും പിന്നെ അവരുടെ ജ്യേഷ്ഠത്തിയുടെ കുഞ്ഞുങ്ങൾ അവിടെ അച്ഛനും അമ്മയും നോക്കാൻ അവരെ ഒരേപോലെ നോക്കണമല്ലോ. അതുകൊണ്ട് അവിടെ കൊടുത്ത് നിർത്തിയിട്ടുണ്ട്. അവരെ വൈകുന്നേരം ആകുമ്പോൾ പോകുന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഒരാളുടെ വീട്ടിൽ ആരൊക്കെ കയറുന്നു ഇറങ്ങുന്നു, ഇതിനെക്കുറിച്ചൊക്കെ നമ്മൾ എന്തിനാണ് ഇത്ര ബോധേഡാവുന്നതെന്ന് എനിക്കറിയാത്തത്. അവരുടെ ഇഷ്ടത്തിന് ജീവിക്കട്ടെ, അവരുടെ ഇഷ്ടത്തിന് അവർക്കൊരു വീട് വെച്ച് നൽകി എന്നുള്ളത് ശരിയാണ്. അത് ഭയങ്കര നല്ലൊരു കാര്യമാണ്. പക്ഷെ അത് വെച്ച് നൽകിയെന്ന് വിചാരിച്ച് അതിൻ്റെ പിന്നാലെ ഇങ്ങനെ നടക്കാനുള്ളൊരു അവകാശം ആർക്കുമില്ല. അത് അവർ വിൽക്കാതെ ഇതാക്കാതെയും കൊണ്ട് നടക്കുന്നുണ്ടല്ലോ എന്നുള്ളതല്ലേ. അല്ലാതെ അത് അവിടെ നന്നാക്കി ഇവിടെ നന്നാക്കി നിങ്ങൾ അത് ചെയ്തു ഇത് ചെയ്തു. അതേപോലെ തന്നെ രേണുവിടെ ഫാമിലിയോടും പറയാനുള്ളത്, ഒരു വീട് എന്തായാലും കിട്ടി, എല്ലാവരും കൂടി ഒരു വീട് വെച്ച് നൽകി. അപ്പം അതിന് എന്ത് മെയിൻ്റെനൻസ് വരികയാണെങ്കിലും നമ്മുടെ സ്വന്തം വീടിന് ചെയ്യാൻ പറ്റുന്ന പോലെ നമ്മൾ ചെയ്യാൻ പറ്റില്ലെങ്കിൽ അത് അവിടെ കിടക്കുക. അതായത് അതിനെ നമുക്ക് ഈ വീട് വെച്ച് നൽകിയ ആളുകളെ വിളിച്ച് എന്താണ് ഇത് അങ്ങനെ എങ്ങനെ എന്ന് പറയേണ്ട ആവശ്യമല്ല. അത് ഇവരുടെ അടുത്തുള്ള തെറ്റാണ്. ആ വീടിൻ്റെ പിന്നാലെ ഓക്കെ അല്ല അവിടെ അങ്ങനെയാണ് ഇങ്ങനെയാണെന്ന് പറഞ്ഞ് നടക്കുന്നത് ബിൽഡേഴ്സിൻ്റെ തെറ്റാണ്. ആരും അങ്ങോട്ടും ഇങ്ങോട്ടും പറയേണ്ട ആവശ്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഇത് എൻ്റെ പേഴ്സണൽ അഭിപ്രായമാണ്. നമ്മൾ സോഷ്യൽ മീഡിയ യൂസ് ചെയ്യുന്നവരും ദയവ് ചെയ്താൽ ഫാമിലി വെറുതെ വിടുക. അവരുടെ സമാധാനത്തോടെ ജീവിച്ചോട്ടെ. അവർക്ക് ഈ രേണുസുതി എന്ന് പറയുന്ന ആള് ജോലിക്ക് ചെയ്തിട്ട് വേണം അവരുടെ ഈ മക്കളെയൊക്കെ നോക്കാൻ. ഇപ്പം ഈ കിച്ചു ആണെങ്കിലും ജോലിക്ക് പോകാനൊന്നും ആയിട്ടില്ല. അപ്പം ആ കുടുംബം നോക്കണമെങ്കിൽ ഈ രേണുസുതി തന്നെ ജോലിക്ക് പോകണം. അപ്പം അവരുടെ ജോലിക്ക് പോകട്ടെ. നമ്മൾ എന്തിനാണ് അവരുടെ ജീവിതം ഇങ്ങനെ കോഞ്ഞാട്ടേക്കുന്നത്? അപ്പം ഈ ഒരു വിഷയം മാക്സിമം എല്ലാവരും ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നോക്കുക. അവർ സമാധാനത്തോടെ ജീവിച്ചോട്ടെ. വെറുതെ ഒരാൾക്കാരുടെ ജീവിതം നശിപ്പിച്ചിട്ട് നമുക്കൊന്നും കിട്ടാനില്ല. അവർ ആ വീട്ടിൽ താമസിക്കില്ല, അല്ലാതെ വീട് ആർക്കും മറിച്ച് വിറ്റൊന്നും ചെയ്തില്ലല്ലോ. വീട്ടിൽ താമസിക്കല്ലേ, മക്കൾക്കും കുട്ടികൾക്കും ഒപ്പം എല്ലാവരും താമസിക്കുകയാണ്. അച്ഛനും അമ്മയാണ് താമസിക്കുന്നതെന്ന് പറഞ്ഞു. ഇപ്പം സുധിച്ചേട്ടൻ്റെ അമ്മയ്ക്ക് ഇപ്പം ബിൽഡേഴ്സ് പറയുന്നത് ഞാൻ കേട്ടു. അത് കിച്ചുവിൻ്റെ റിതപ്പനും അതുപോലെ രേണു സുധിക്കും സുധിച്ചേട്ടൻ്റെ അമ്മയ്ക്കും വേണ്ടിയിട്ടാണ് ആ വീട് കൊടുത്തത്. അവരൊരു വീട് കൊടുക്കുമ്പോൾ അത് ആർക്കൊക്കെ അവിടെ താമസിക്കുക എന്നുള്ള അവകാശം കൂടി കൊടുത്തിട്ടാകരുത് വീട് കൊടുക്കേണ്ടത്. അവിടെ ആർക്കൊക്കെ താമസിക്കാം. അവര് ഒരു കുടുംബത്തിന് ഇപ്പൊ സുധിച്ചേട്ടന്റെ ഫാമിലിക്കാണ് അവർ വീട് കൊടുക്കുന്നത്. ഇപ്പൊ ഈ സുധിച്ചേട്ടന്റെ ഭാര്യയാണ് ഈ രേണുസുതി. അവരുടെ അമ്മ അച്ഛൻ എന്ന് പറയുന്നത് ഈ സുധിച്ചേട്ടന്റെ അച്ഛനും അമ്മയും പോലെ തന്നെയാണ്. എല്ലാവരും ഒരുപോലെ കാണാൻ ശ്രമിക്കുക. അല്ലാതെ സുധിച്ചേട്ടന്റെ ഭാര്യ 2 കുഞ്ഞുങ്ങൾ അവരുടെ അമ്മ മാത്രമേ അവിടെ നിൽക്കാൻ പാടുള്ളൂ എന്ന് അത് ബിൽഡേഴ്സിനും അത് ആ വീട് ഉണ്ടാക്കി കൊടുത്ത ആളുകൾക്കും പറയാനുള്ള ഒരു അധികാരവും ഇല്ല. അല്ലെങ്കിൽ ഇതൊക്കെ ഇവർ നേരത്തെ പറയണമായിരുന്നു. ഇവിടെ ഇത്ര ആളെ നിൽക്കാൻ പാടുള്ളൂ, ഇങ്ങനെ ഇത് കൊണ്ട് നടക്കണം. ഇതൊന്നും നേരത്തെ പറഞ്ഞില്ലല്ലോ. അവരൊരു വീട് ഉണ്ടാക്കി കൊടുത്തു, പിന്നെ അവിടെ അവർ താമസിച്ചു പോവല്ലല്ലോ. അത് വീട് വിറ്റ് പോവുകയാണെങ്കിൽ ഓക്കെ, നമുക്ക് എല്ലാവർക്കും അതിനെതിരെ നമ്മളെല്ലാവരും പ്രവർത്തിക്കും. അവർ താമസിച്ചു പോകുന്നു. പിന്നെ ആ അമ്മയ്ക്ക് ഈ എല്ലാ കുട്ടികളും അതിൻ്റെ ഇടയിൽ ആ വീട് ചിലപ്പോൾ വൃത്തിയാക്കാനും പറ്റിയിട്ടുണ്ടാവില്ല. രേണുസൂരി അവിടെ ഇല്ലാന്നും പറഞ്ഞു. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ ഇതിനെ ഭയങ്കര മോശമാക്കി നമ്മളിതൊരു വിഷയമാക്കി എടുക്കേണ്ട കാര്യമില്ല എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം ഉള്ളത്. അതുപോലെ തന്നെ ഈ സുധിച്ചേട്ടൻ്റെ ട്രോഫി വെക്കുന്ന കാര്യം, അതിൽ ഈ രേണുസുതി ഒരു വീഡിയോയിൽ പറയുന്നുണ്ട്, നമ്മളെ വീട്ടിൽ എന്ത് ചെയ്യണം എന്ന് പോലും എനിക്ക് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ആവശ്യമുണ്ടോ? അവർ ദയനീയമായ അവസ്ഥ കൂടി നിങ്ങൾ ആലോചിക്കണം. ഒരു സാധനം ഇവിടെ വെക്കണം, എന്ത് ചെയ്യണം എന്ന് നാട്ടുകാരെ ബോധിപ്പിക്കേണ്ട ഒരു അവസ്ഥയാണെന്ന് പറയുന്നു. ഇപ്പം അവിടെ ഷോക്കേസുകളൊന്നും ഇല്ല വെക്കാൻ, റാക്കുകളോ ഷോക്കേസുകളോ ആ വീട്ടിലില്ല എന്ന് അവർ പറയുണ്ടായി. പിന്നെ ഇതൊക്കെ ഇവിടെ കൊണ്ട് വെക്കും. ഇവിടെ താഴെ ചെറിയൊരു ടേബിളാണ് ഉള്ളത്. അതിപ്പോൾ ഇവർ ഓരോ ട്രോഫി കാര്യങ്ങൾ കിട്ടുന്നത് കൊടുന്ന് വെക്കാൻ ജസ്റ്റ് അവിടെ വെക്കുന്നുണ്ടാവും. ഇത് വെക്കാൻ സ്ഥലമില്ലാത്തതുകൊണ്ടായിരിക്കും ഒരു പക്ഷെ അങ്ങനെ വെച്ചിട്ടുള്ളത്. അപ്പോൾ നമ്മുടെയൊക്കെ വീട്ടിലാണെങ്കിലും നേരെ കാണുന്നിടത്ത് വെക്കാൻ സ്ഥലമില്ലെങ്കിലും നമ്മളെല്ലാം അത് എവിടെയെങ്കിലും മാറ്റി വെക്കുകയാണ് ചെയ്യുന്നത്. അപ്പം അതിലൊക്കെ ഇത്രയും നെഗറ്റീവ് എന്തിനാണ് ജനങ്ങൾ കാണുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. അപ്പോൾ ദയവ് ചെയ്ത് അവരുടെ ഫാമിലി ഒന്ന് വെറുതെ വിട്ടുകൊടുക്കുക. ഇപ്പോൾ ഞാൻ ഈ വീഡിയോ ചെയ്തൊരു കാര്യം കൂടിയുണ്ട്. കഴിഞ്ഞ ദിവസം വെറൈറ്റി മീഡിയയിൽ അവരുടെ ഒരു ഇൻ്റർവ്യൂ കണ്ടപ്പം വെറൈറ്റി മീഡിയയിലുള്ള ആങ്കർ അവരെന്തോ മറ്റേ പോലീസ് സ്റ്റേഷനിലുള്ള ക്വസ്റ്റ്യൻ ചോദിക്കുന്ന പോലെ ഇങ്ങനെയൊക്കെ ഇരുന്നിട്ട് ഭയങ്കര ചോദ്യം ചോദിക്കലൊക്കെ. അപ്പോൾ അവരോടുള്ള ദേഷ്യം കൊണ്ട് ജനങ്ങളെല്ലാവരും അതിനെ സപ്പോർട്ട് ചെയ്തു. അതിൻ്റെ അവകാശം അവർക്ക് എന്താ ഉള്ളത്? അവരെന്ത് ആൻസർ പറയണം? അല്ലെങ്കിൽ അവർ മോശമായിട്ട് ഇപ്പം ഞാൻ ചോദിക്കട്ടെ, അവർ ഒരു വലിയൊരു ആക്ട്രസ് ആണ് അല്ലെങ്കിൽ ഒരു ആക്ടറാണ്. അവർക്ക് ഇത്രയും വലിയ എന്ത് തെറ്റ് ചെയ്താലും നേരിട്ട് അങ്ങനെ ഇരുന്ന ആങ്കേഴ്സ് നേരിട്ട് ചോദിക്കാനുള്ള ധൈര്യം ഉണ്ടാവും? ഒരാൾക്കും ഉണ്ടാവില്ല. ഇതിപ്പോൾ രേണുസുതിയാണ്, അവരോട് എന്തും ചോദിക്കാം, എന്തും പറയാം. അവരെത്ര ഹൈപ്പിൽ ദേഷ്യപ്പെടും, എത്ര ഹൈപ്പിൽ ഇത് കൊണ്ടുപോകും എന്നൊക്കെ അറിയാം എന്നുള്ളൊരു മട്ടിലാണ് ഇപ്പോഴത്തെ ഓരോ ആങ്കേഴ്സിൻ്റെ ഇൻ്റർവ്യൂസും അവരോടുള്ള ചോദ്യങ്ങളൊക്കെ. ഒരാളുടെ ജീവിതത്തിലേക്ക് മോശമായ രീതിയിൽ നശിപ്പിക്കാതിരിക്കുക. നമുക്ക് എന്തായാലും അവരുടെ ജീവിതത്തിൽ ഒന്നും ചെയ്യാൻ കഴിയില്ല. അപ്പം അവരുടേതായിട്ടുള്ള രീതിയിൽ അവർ ജീവിച്ചു പോട്ടെ. മാന്യമായിട്ടുള്ള തൊഴിൽ ചെയ്ത് തന്നെയാണ് ജീവിക്കുന്നത് എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പം അത് അവരുടേതായിട്ടുള്ള രീതിയിൽ ജീവിച്ചു പോട്ടെ. അപ്പം നിങ്ങളുടെ അഭിപ്രായം എന്താണ് ഈ ഒരു കാര്യത്തിൽ എന്നുള്ളതൊന്ന് കമൻറ്റ് ചെയ്യുക. എൻ്റെ നെഗറ്റീവ് ഇട്ടാലും വരരുത്, ഇത് എൻ്റെ മാത്രം അഭിപ്രായമാണ്. അപ്പോൾ നിങ്ങളുടെ എന്തൊക്കെ അഭിപ്രായങ്ങൾ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പം നമുക്ക് അടുത്ത വീഡിയോ കാണാം.